എവ്രിവൺ, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്, അപേക്ഷാ ഫീസ് എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ. കേരള യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെൻറ്റ് 2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ജോലി ഒഴിവുകൾ നികത്തുന്ന സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കി. ആവശ്യമായ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് PSC ഓർഗനൈസേഷൻ ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു. ഈ ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തസ്തികകൾ കേരളമാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് 30/8/2024 മുതൽ 3/10/2024 വരെ ഓൺലൈനായി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ്, കേരള യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെൻറ്റ് 2024 ഹൈലൈറ്റുകളാണ് പറയുന്നത്. സംഘടന കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കലാണ്. വകുപ്പ് കേരളത്തിലെ സർവകലാശാലകൾ. ജോലി തരം കേരള ഗവൺമെൻറ് ജോബാണ്. റിക്രൂട്ട്മെൻറ്റ് തരം നേരിട്ടുള്ളതാണ്. കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട് 276/2024. വാക്കൻസി വന്നിട്ടുള്ളത് 1. ജോലി സ്ഥലം കേരളമാണ്. ഈ പോസ്റ്റിലേക്ക് കിട്ടുന്ന സാലറി 55,200 രൂപയാണ് സ്റ്റാർട്ടിങ് ലഭിക്കുന്ന സാലറി. പിന്നീട് 1,15,300 രൂപ പ്രതിമാസം ലഭിക്കുന്ന സാലറിയാണ്. അപേക്ഷയുടെ രീതി ഓൺലൈൻ മോഡിലാണ് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപേക്ഷ ആരംഭിക്കുന്നത് 30/8/2024. അവസാന തീയതി അപേക്ഷിക്കേണ്ട അവസാന തീയതിയാണ് 3/10/2024. അതിനു മുമ്പായി താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് ഒഴിവുകളുടെ വിശദാംശങ്ങളാണ്. കേരള യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെൻറ്റ് 2024 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ശമ്പള വിശദാംശങ്ങളാണ് പറയുന്നത്. കേരള യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെൻറ്റ് 2024 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ 55,200 രൂപയാണ് പ്രതിമാസം ലഭിക്കുന്ന സാലറി. പിന്നീട് 1,15,300 രൂപ നിങ്ങൾക്ക് സാലറി കൂടുതലായി ലഭിക്കുന്ന ഒരു ജോബാണ്. അതുകൊണ്ട് തന്നെ വാക്കൻസി കുറവാണെങ്കിലും മാക്സിമം നിങ്ങൾ ഈ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ജോബായിരിക്കും. നെക്സ്റ്റ്, പ്രധാന തീയതിയാണ് പറയുന്നത്. കേരള യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെൻറ്റ് 2024 അപേക്ഷിക്കാനുള്ള ആരംഭ തീയതി 30 ഓഗസ്റ്റ് 2024. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 3 ഒക്ടോബർ 2024. ഈ ഡേറ്റിന് മുമ്പായി താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പെട്ടെന്ന് തന്നെ ഈ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. പ്രായപരിധി കേരള യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെൻറ്റ് 2024 21 to 40. 21-40 ഇടയിലുള്ളവർക്കും അതേ ഏജുള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതായത് 2/1/1984 1/1/2023 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് സാധാരണ ഇളവുകളോടെ പട്ടികജാതി, പട്ടിക വിഭാഗക്കാർ, മറ്റ് പിന്നോക്ക സമുദായങ്ങൾ എന്നിവയ്ക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയാണ് പറയുന്നത്. കേരള യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെൻറ്റ് 2024 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. നെക്സ്റ്റ് പറയുന്നത് അപേക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപേക്ഷാ ഫീസ് കേരള യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെൻറ്റ് 2024. നെക്സ്റ്റ് പറയുന്നത് നിങ്ങളെ ഈ പോസ്റ്റിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ ചെയ്യുന്നത് എന്നാണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ കേരള യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെൻറ്റ് 2024 ഷോർട്ട് ലിസ്റ്റിംഗ്, എഴുത്തുപരീക്ഷ, പ്രമാണ പരിശോധന, വ്യക്തിഗത അഭിമുഖം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങളെ ഈ പോസ്റ്റിലേക്ക് സെലക്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് പൊതുവിവരങ്ങൾ കേരള യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെൻറ്റ് 2024 അപ്ലോഡ് ചെയ്ത ഫോട്ടോ 31/12/2014 ശേഷം എടുത്തതായിരിക്കണം.
1/1/2024 മുതൽ പുതിയ പ്രൊഫൈൽ സൃഷ്ടിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനകം എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. നെക്സ്റ്റ്, സ്ഥാനാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും താഴെയുള്ള ഭാഗത്ത് വ്യക്തമായി പ്രിൻ്റ് ചെയ്തിരിക്കണം. ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് എല്ലാ ആവശ്യകതകളും നിറവേറ്റിക്കൊണ്ട് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ 10 വർഷത്തേക്ക് സാധുത ഉണ്ടായിരിക്കും. ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് നിർദ്ദേശങ്ങളിൽ മാറ്റമില്ല. അപേക്ഷാ ഫീസ് ആവശ്യമില്ല. വ്യക്തിഗത വിവരങ്ങളുടെ കൃത്യതയ്ക്കും പാസ്വേഡിൻ്റെ രഹസ്യത്തിനും ഉദ്യോഗാർത്ഥികൾ ഉത്തരവാദികളാണ്. പ്രൊഫൈലിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് അപേക്ഷകർ അവരുടെ പ്രൊഫൈലിലെ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കണം. കമ്മീഷനുമായുള്ള കൂടുതൽ ആശയവിനിമയത്തിന് അവർ യൂസർ ID ഉദ്ധരിക്കണം. സമർപ്പിച്ച അപേക്ഷ താൽക്കാലികമാണ്. സമർപ്പിച്ചതിന് ശേഷം അത് ഇല്ലാതാക്കാനോ മാറ്റാനോ കഴിയില്ല. ഭാവി റഫറൻസിനായി ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടോ സോഫ്റ്റ് കോപ്പിയോ സൂക്ഷിക്കാൻ ഉദ്യോഗാർത്ഥികൾ നിർദ്ദേശിക്കുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാം. അപേക്ഷയുമായി ബന്ധപ്പെട്ട് കമ്മീഷനുമായുള്ള എല്ലാ കത്തിടപാടുകളും അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടിനൊപ്പം നൽകണം. നെക്സ്റ്റ്, യഥാസമയം പ്രോസസ്സിങ്ങിൽ അറിയിപ്പ് പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയാൽ അപേക്ഷ ചുരുക്കമായി നിരസിക്കപ്പെടും. യോഗ്യത, പരിചയം, പ്രായം, സമൂഹം തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ രേഖകൾ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ്. കേരള യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെൻറ്റ് 2024. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അതായത് മെക്കാനിക്കൽ യോഗ്യതയുണ്ടെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്ന ഓൺലൈൻ അപേക്ഷാ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് അനുയോജ്യമായ ഓപ്ഷൻ കണ്ടെത്തി ഫോം പൂരിപ്പിക്കുക. നിങ്ങൾക്ക് 2024 ഓഗസ്റ്റ് 30 മുതൽ 2024 ഒക്ടോബർ 3 വരെ ഓൺലൈനായി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായി പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, ഓൺലൈനായി അപേക്ഷിക്കാൻ ചുവടെ നൽകിയിരിക്കുന്ന ഘട്ടങ്ങൾ പാലിക്കുക. ഔദ്യോഗിക വെബ്സൈറ്റ് തുറക്കുക. റിക്രൂട്ട്മെൻറ്റ് കരിയർ പരസ്യ മെനു എന്നതിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അതായത് മെക്കാനിക്കൽ ജോലി അറിയിപ്പ് കണ്ടെത്തി അതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ്, അവസാനം നൽകിയിരിക്കുന്ന ലിങ്കിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് ഡൗൺലോഡ് ചെയ്യുക. അറിയിപ്പ് പൂർണ്ണമായി വായിക്കുക. ശ്രദ്ധാപൂർവ്വം നിങ്ങളുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുക. നെക്സ്റ്റ്, താഴെയുള്ള ഓൺലൈൻ അപേക്ഷ രജിസ്ട്രേഷൻ ലിങ്ക് സന്ദർശിക്കുക. ആവശ്യമായ വിശദാംശങ്ങൾ തെറ്റുകൾ കൂടാതെ കൃത്യമായി പൂരിപ്പിക്കുക. അറിയിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഫോർമാറ്റിലും വലുപ്പത്തിലും ആവശ്യമായ എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യുക. അവസാനമായി രജിസ്റ്റർ ചെയ്ത വിശദാംശങ്ങൾ ശരിയാണെന്ന് പരിശോധിച്ച ശേഷം സമർപ്പിക്കുക. അടുത്തതായി കേരള PSCക്ക് അപേക്ഷാ ഫീസ് ആവശ്യമാണെങ്കിൽ നോട്ടിഫിക്കേഷൻ മോഡ് അനുസരിച്ച് പണമടയ്ക്കുക. അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോവുക. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സുരക്ഷിതമായി സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിൽ കൊടുത്തിട്ടുള്ള ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. വേക്കൻസികൾ കുറവാണ് എങ്കിലും മാക്സിമം അപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.